പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിനിമാ ഷൂട്ടിങ്ങിനിടെ സ്ക്രിപ്റ്റിലില്ലാത്ത പലതും സംഭവിക്കുകയും അത് കട്ട് ചെയ്യാതെ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്ത ചില രംഗങ്ങളെക്കുറിച്ചും സിനിമയിലെ ചില അബദ്ധങ്ങളെക്കുറിച്ചുമാണ് നാം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഈ സീരീസിലെ മുമ്പത്തെ 5 എപ്പിസോഡുകൾ ചേർത്തുകൊണ്ടുള്ള സിംഗിൾ വാച്ച് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. പോർക്കാലം എന്ന തമിഴ് സിനിമയെ അടിസ്ഥാനമാക്കി 2003 വിനയൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. സിനിമയിൽ മുത്തു വില്ലന്റെ 2 കൈകളും വെട്ടിക്കളയുന്ന രംഗമുണ്ട്. 2 കൈകളും നഷ്ടപ്പെട്ട വില്ലൻ വീണ്ടും പ്രതികാരത്തിനായി വരുന്നുണ്ട്. അപ്പോഴുള്ള ഒരു ഫൈറ്റ് രംഗമാണിത്. എല്ലാ രംഗത്തിലും വില്ലന്റെ 2 കൈകളും വസ്ത്രത്തിന് പിന്നിലായി വ്യക്തമായി കാണാവുന്നതാണ്. അല്ലെങ്കിൽ കൈകൾ വെട്ടിയ ശേഷം വില്ലിന്റെ പുറത്ത് കൂൻ വന്നതായിട്ടായിരിക്കും ഉദ്ദേശിച്ചു കാണുക. എന്തായാലും പുറത്തുള്ള മുഴ വ്യക്തമായി കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ കൈകൾ വെട്ടി അഭിനയിപ്പിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. VFX ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരു കാലഘട്ടവുമായിരുന്നില്ല അത്. പിന്നിൽ കെട്ടിവെച്ച കൈകൾ വ്യക്തമായി പ്രേക്ഷകന് കാണാൻ പാടില്ലായിരുന്നു. 2023 മർഫി ദേവസി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമാണ് നല്ല നിലാവുള്ള രാത്രി. സിനിമയിൽ ഒരു പറ്റം സുഹൃത്തുക്കൾ വിജനമായ ഒരു ബംഗ്ലാവിനകത്ത് ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അക്രമികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെമ്പൻ വിനോദിന്റെയും ബാബുരാജിന്റെയും കഥാപാത്രങ്ങൾ വിജനമായ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ആരുമില്ലാത്ത വിജനമായ ആ സ്ഥലത്ത് ഒരാൾ നിൽക്കുന്നത് വ്യക്തമായി കാണാവുന്നതാണ്. ക്രൂ മെമ്പേഴ്സിൽപ്പെട്ടയാളെ ഷോട്ടിൽ പെട്ടുപോയതായിരിക്കാം. സുരാജ് വർമ്മ സംവിധാനം ചെയ്ത് രജിഷ വിജയൻ, പ്രിയ വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഹീസ് ചിത്രമാണ് കൊള്ള. സിനിമയിൽ മോഷണത്തിന് ശേഷം ഒളിപ്പിച്ചു വെച്ച സ്വർണ്ണമെടുക്കാൻ ഒരു സെമിത്തേരിയിലേക്ക് രജിഷ വിജയന്റെ കഥാപാത്രം പോകുന്നുണ്ട്. രാത്രിയിലെത്തി ഒറ്റക്കാണ് ആ ദൗത്യം ചെയ്യുന്നതും. ബാഗ് ഉയർത്താൻ വേണ്ടി കല്ലറയിൽ കിടക്കുന്ന ഏതോ ഒരു ശവത്തിന്റെ ഒരു കൈസഹായം നമുക്കിവിടെ കാണാവുന്നതാണ്. 2022 KR കൃഷ്ണകുമാർ എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആസിഫ് അലി ചിത്രമാണ് കൂമൻ. സിനിമയിൽ പോലീസ് ഒരു ശവശരീരം താഴെ ഇറക്കുന്ന ഒരു സീനുണ്ട്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. മരിച്ചു കിടക്കുന്ന ആൾ ശ്വാസം വിടുന്നതും കണ്ണനക്കുന്നതും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. 2005 TA റസാഖ് എഴുതി കമൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശാരദ, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് രാപ്പകൽ. സിനിമയിൽ തറവാട്ടിലെ ആനയെ വിൽക്കുന്ന രംഗവും അതിനെ തുടർന്നുള്ള സെലിം കുമാറിന്റെ ഇമോഷൻസും കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു അനുസരണ കേടില്ലാത്തവനെ കുട്ടിച്ചങ്കരൻ അഥവാ ഉണ്ടെങ്കിൽ എന്നോടുള്ളൂ. അതിനുശേഷമാണ് മമ്മൂട്ടിയും ബാബുരാജും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് രംഗം. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന. വിറ്റ ആന വീണ്ടും ആ തറവാടിന്റെ മുറ്റത്ത് നിൽക്കുന്നതായി കാണാം. ഫൈറ്റ് രംഗം കളറാക്കാൻ ആനയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയപ്പോൾ ആനയെ വിൽക്കുന്ന രംഗം മറന്നുപോയതായിരിക്കാം. തറവാടിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ ആന തിരിച്ചു വന്നതായിരിക്കാം എന്നും പറയാം. 1996 മോഹൻലാൽ, പ്രിയദർശൻ, T ദാമോദരൻ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ് കാലാപാനി. ആ സിനിമയിലെ ഫാക്ച്വൽ എറേഴ്സിനെ കുറിച്ച് നാം ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. സിനിമയിൽ പറയുന്ന ചില യഥാർത്ഥ സംഭവങ്ങൾ സംഭവിച്ച വർഷങ്ങളുടെ വ്യത്യാസവും അവ നടന്ന സ്ഥലങ്ങളുടെ വ്യത്യാസവും ചില സംഭവങ്ങൾ കാണിച്ചിരിക്കുന്ന രീതിയിലെ വ്യത്യാസവുമെല്ലാം നാം ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ സിനിമയിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അതിക്രൂരമായ ഒരു ശിക്ഷാരീതി സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്ത് മോഹൻലാലിന്റെ പുറത്ത് യാതൊന്നും തന്നെ കാണാനില്ല. 1999 കാർഗിൽ കോൺഫ്ലിക്റ്റിനെ അടിസ്ഥാനമാക്കി 2008 മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് കുരുക്ഷേത്ര. സിനിമയിൽ യുദ്ധം കാണിക്കാൻ വേണ്ടി ഹോളിവുഡ് സിനിമയിലെ രംഗം അങ്ങനെ തന്നെ എടുത്തു ഉപയോഗിച്ചതിനെ കുറിച്ച് നാം ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. 1 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ രംഗങ്ങളെല്ലാം തന്നെ 2001 റിലീസ് ചെയ്ത അമേരിക്കൻ വാർ ഫിലിമായ ബിഹൈൻഡ് എനിമി ലൈൻ എന്ന സിനിമയിലെ രംഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്.
ആ ഹോളിവുഡ് സിനിമയിൽ ഒരു മിസൈൽ ആക്രമണത്തിൽ യുദ്ധവിമാനം തകരുന്ന രംഗങ്ങളാണ് പിന്നീട് കുരുക്ഷേത്രയിൽ അതുപോലെ തന്നെ ഉപയോഗിച്ചത്. സിനിമയിൽ യുദ്ധം നടക്കുന്ന ഒരു രംഗമുണ്ട്. വാർഫീൽഡ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് സൈലന്റ് ആയിട്ടാ പിള്ളേര് പോണേ. ചാരായ നിരോധനം AK ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ ഉള്ളല്ലേ. വാർഫീൽഡിൽ വെറുതെ ഇരുന്ന് കഥ പറയുന്ന 2 പേരെ നമുക്കവിടെ കാണാം. ക്രൂ മെമ്പേഴ്സിനെ പെട്ടുപോയതായിരിക്കാം ക്യാമറയിൽ. 2001 വിജി തമ്പി സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് നാറാണത്തു തമ്പുരാൻ. സിനിമയിൽ നന്ദിനിയുടെ കഥാപാത്രത്തിന്റെ ബാഗ് തട്ടിയെടുക്കുന്ന ഒരു രംഗമുണ്ട്. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. എന്ത് പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടെ നേരിടുന്ന നന്ദിനിയുടെ കഥാപാത്രത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഷോട്ടിനിടെ ചിരിച്ചു പോയത് കട്ട് ചെയ്യാതെ കാണിച്ചിരിക്കുകയാണ്. 2005 റിലീസ് ചെയ്ത ഒരു പ്രമോദ് പാപ്പനിക് അപ്രോച്ച് ആയിരുന്നു മമ്മൂട്ടി ചിത്രമായ തസ്കര വീരൻ. സിനിമയിലെ ഒരു ഫൈറ്റ് രംഗമായിരുന്നു ഇത്. അനാവശ്യമായിട്ട് സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. ആ വാഹനം കുഴിയിൽ വീണ് മറിയാൻ പോകുന്നത് വ്യക്തമായി കാണാം. പിന്നീട് മറ്റൊരു ടേക്കിൽ ശരിയായി എടുത്തതും കാണാം. നരസിംഹം സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രസിദ്ധമായൊരു കോട്ട് സീനായിരുന്നു ഇത്. മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. ഡോഗിന്റെ നെയിം ഒന്നുകൂടി കേട്ടു നോക്കൂ. സ്നിഫർ ഡോഗ് റോസി. ആ പറയുന്ന സംഭവം കാണിക്കുന്നത് ഇങ്ങനെയാണ്. റോസി എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത് ഒരു മെയിൽ ഡോഗിനെയാണ്. വാത്സല്യം സിനിമയിൽ തുടർച്ചയായ രംഗങ്ങളിൽ ബിന്ദു പണിക്കരുടെ സാരിയുടെ നിറം മാറുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളി നക്ഷത്രം എന്ന സിനിമയിലും ബിന്ദു പണിക്കരുടെ സാരിയുടെ നിറം തുടർച്ചയായ രംഗങ്ങളിൽ മാറുന്നുണ്ട്. മറ്റൊന്നായിരുന്നു കല്യാണരാമൻ സിനിമയുടെ ക്ലൈമാക്സിൽ നവ്യ നായരുടെ സാരിയുടെ നിറം മാറുന്നത്. 1995 വിക്രം, ബാബു ആന്റണി, ഗീത എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സ്ട്രീറ്റ് എന്ന സിനിമയിലും അതുപോലെ സാരിയുടെ നിറം മാറുന്ന ഒരു രംഗമുണ്ട്. നീല നിറത്തിലുള്ള സാരി ഒരു രംഗത്തിൽ മാത്രം പച്ച നിറത്തിൽ കാണാവുന്നതാണ്. ആ ഒരു സംഭവത്തിന് മുമ്പും ശേഷവും സാരിയുടെ നിറം നീല നിറത്തിലാണ് കാണിക്കുന്നത്. എന്നാൽ അതിനിടയിലുള്ള ഒരു സീനിൽ മാത്രം പച്ച നിറത്തിൽ സാരി കാണാം. യഥാർത്ഥത്തിൽ ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണോ? അല്ല, അതിനൊരു കാരണമുണ്ട്. മുംബൈ പോലീസ് സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച ആന്റണി മോസസ് അതിനുള്ള കാരണം പറയുന്നുണ്ട്. കളർ തന്നെയായിരുന്നു. അതെ, ഗ്രീൻ. അതെ, നീല സാരി മഞ്ഞ വെളിച്ചത്തിൽ പച്ചയായി തോന്നുന്നത് മാത്രമാണ്. 2000 റിലീസ് ചെയ്ത ഫാസിൽ ചിത്രമാണ് കണ്ണുക്കുൾ നിലാവ്. വിജയ്, ശാലിനി, കാവേരി എന്നിവരായിരുന്നു ഈ തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചത്. സിനിമയുടെ അവസാന ഭാഗത്ത് വിജയ് അവതരിപ്പിച്ച ഗൗതം പ്രഭാകർ എന്ന കഥാപാത്രം ബൈക്കിൽ കാറിനെ ചേസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ ചേസിൽ വിജയുടെ ഒരു മാസ് രംഗമായിരുന്നു ബൈക്ക് പറപ്പിക്കുന്ന രംഗം. ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ കയറിയ ബൈക്ക് മുകളിലേക്ക് പോവുകയും വിജയ് ചാടി ഇറങ്ങുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഈ രംഗങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റണ്ട് കോർഡിനേറ്റർ ശിവയ്ക്ക് ആ വർഷത്തെ മികച്ച സ്റ്റണ്ടിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു. പക്ഷേ ആ രംഗത്തിന് വേണ്ടി നൽകിയത് ഒരു ചെറുപ്പക്കാരന്റെ ജീവനായിരുന്നു. ഒരു ഡ്യൂപ്പിനെ വെച്ചായിരുന്നു ഈ രംഗം ചിത്രീകരിച്ചത്. ഹെൽമെറ്റ് പോലും ഇല്ലാതെയാണ് ആ രംഗം ചെയ്തത്. ബൈക്ക് കൂടുതലായി ചെരിഞ്ഞ് ഓടിക്കുന്നയാളുടെ തലയാണ് റോട്ടിൽ വന്നിടിച്ചത്. കേരളത്തിൽ വെച്ചായിരുന്നു ഈ രംഗം ഷൂട്ട് ചെയ്തത്. എറണാകുളത്തെ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ആ യുവാവ് മരണപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ബാബു ഷാഹിർ ആയിരുന്നു ഈ കാര്യം വെളിപ്പെടുത്തിയത്. വിജയുടെ ഡൂപ്പ് ഷോട്ട് ബൈക്കിൽ വന്ന് ജമ്പ് ചെയ്ത് വണ്ടി അങ്ങോട്ട് പൊന്തിപ്പോയിട്ട് പിന്നെ കാണുന്നത് തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് റോഡിൻ്റെ നടുവിൽ വന്നു കഴിഞ്ഞിട്ട് ഇയാൾ തല തല്ലി വീഴുന്ന ഷോട്ടാണ് കാണുന്നത്. വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ക്രോസ് മരണം സംഭവിച്ചു. മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് പണം നൽകിയായിരുന്നു കേസ് ഒത്തുതീർത്തത്. 2017 നാഗശേഖർ സംവിധാനം ചെയ്ത കന്നഡ ചിത്രമാണ് മാസ്തികുടി. ദുനിയ വിജയ് നായകനായ ഈ സിനിമയിൽ ഉദയ്, അനിൽ എന്നിവരായിരുന്നു പ്രധാന വില്ലന്മാരെ അവതരിപ്പിച്ചത്. സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് രംഗം ഒരു ഹെലികോപ്റ്ററിലായിരുന്നു. നായകനോടൊപ്പം വില്ലന്മാരും ഹെലികോപ്റ്ററിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടുന്ന രംഗമാണത്.
കർണാടകയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് തടാകത്തിലേക്ക് ചാടിയ 2 നടന്മാരെ കാണാനില്ല. വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത അനിൽ, ഉദയ് എന്നിവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. നായകൻ ദുനിയ വിജയ് നീന്തി രക്ഷപ്പെട്ടു. നായകൻ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് ചാടിയതെന്ന് പറയപ്പെടുന്നു. യാതൊരു പരിശീലനവുമില്ലാതെയാണ് മറ്റു 2 പേരും ചാടിയത്. ಏನ್ ಹೊಡಿತೀಯೋ ಏನ್ ಹೊಡಿಯಲ್ಲೋ ಗೊತ್ತಿಲ್ಲ. ನಂಗೆ ಆಲ್ರೆಡಿ ಬರೋದು ಸ್ವಲ್ಪ ಸ್ವಿಮ್ಮಿಂಗ್. 30 ಅಡಿ ಲೆಂತ್ ಎಲ್ಲ ಹೊಡೆದ ಅಭ್ಯಾಸ ಇಲ್ಲ. ಸತಿ ಮುಖ ನೋಡ್ಕೊಂಡು ಬಿಡ್ತೀವಿ ಅಷ್ಟೇ. ಅದೊಂದೇ ಗೊತ್ತಿರೋದು. ശരിയായി നീന്താൻ പോലും അറിയാത്ത അവർ വെള്ളത്തിലേക്ക് ചാടിയാൽ ബോട്ടിൽ വന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സമയത്ത് ബോട്ട് എത്തിയില്ല. 2 പേരും വെള്ളത്തിൽ മുങ്ങിപ്പോയി. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മൃതശരീരം ലഭിച്ചതും. യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ്. സേഫ്റ്റി മെഷേഴ്സ് ഒന്നും തന്നെ നോക്കിയിട്ടുമില്ല. സിനിമയിൽ താരതമ്യേന പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ ഡയറക്ടർ പറയുന്നത് ചെയ്യുക മാത്രമായിരുന്നു അവരുടെ മുമ്പിലുള്ള വഴി. ഇതിനെ കൊലപാതകം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. 2 ജീവനുകൾ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയായിരുന്നു സംവിധായകൻ. ഈ സംഭവത്തെക്കുറിച്ചോ അവരുടെ പേരോ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുക പോലും ചെയ്തിട്ടില്ല. ആ ചാടുന്ന രംഗങ്ങളെല്ലാം തന്നെ അങ്ങനെ സിനിമയിൽ കാണിക്കുകയും നായകൻ വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ വില്ലന്മാരെ കൊല്ലുന്നത് ഡ്യൂപ്പുകൾ ഉപയോഗിച്ചോ മറ്റോ ചിത്രീകരിച്ച് സിനിമ അവസാനിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. 1980-ൽ ബ്രിഡ്ജ് സംവിധാനം ചെയ്ത് വിനോദ് ഖന്ന, ശത്രുഘ്ൻ സിൻഹ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ബോംബെ 405 മൈൽസ്. സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഭാഗത്ത് വില്ലന്മാർ ബോംബെറിയുന്ന ചില രംഗങ്ങളുണ്ട്. ശത്രുഘ്ൻ സിൻഹയുടെ കഥാപാത്രം ശരീരത്തിൽ തീ പിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുന്നത് കാണാം. പക്ഷെ എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് സിനിമയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. പക്ഷേ സിനിമയുടെ പഴയ സെൻസർ രംഗത്തിൽ അതിങ്ങനെയാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ബോംബ് പൊട്ടി മരിച്ച ഒരു രംഗമാണത്. ശത്രുഘ്ൻ സിൻഹയുടെ ഡ്യൂപ്പായി അഭിനയിച്ച മൻസൂർ എന്ന വ്യക്തിയാണ് അവിടെ കൊല്ലപ്പെട്ടത്. ചെന്നൈ എക്സ്പ്രസ് പോലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ രോഹിത് ഷെട്ടിയുടെ അച്ഛനായ MB ഷെട്ടിയായിരുന്നു ആ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ. പല സിനിമകളിലും വില്ലൻ കഥാപാത്രമായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഈ മരണത്തിന് കാരണമായത്. രംഗം ഷൂട്ട് ചെയ്തത് MB ഷെട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു. ക്യാമറാമാന് നിർദ്ദേശം നൽകിയതിനു ശേഷം ബോംബ് പൊട്ടിക്കുന്നയാൾക്ക് നിർദ്ദേശം നൽകുമെന്നായിരുന്നു പ്ലാൻ. മൻസൂർ താഴത്തേക്ക് ചാടിയ ശേഷമായിരിക്കണം ബോംബ് പൊട്ടിക്കേണ്ടത്. എന്നാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആള് മാറിക്കൊണ്ട് ആദ്യ നിർദ്ദേശം ബോംബ് പൊട്ടിക്കുന്നയാൾക്ക് ലഭിക്കുകയും മൻസൂർ ചാടുന്നതിന് മുമ്പ് തന്നെ അയാൾ ബോംബ് പൊട്ടിക്കുകയും ചെയ്തു. ആ ഒരു നെഗ്ലിജൻസ് കാരണം ഒരു ജീവൻ നഷ്ടമായി. ആ ഒരു സമയത്ത് MB ഷെട്ടി മദ്യലഹരിയിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷം MB ഷെട്ടി മാനസികമായി തളരുകയും മദ്യത്തിൽ അഭയം നേടുകയും ചെയ്തു. അമിത മദ്യപാനം മൂലം 2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മൻസൂറിന്റെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ് കേസ് ഒതുക്കിയത്. അതേ വർഷം തന്നെയായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ ജയൻ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നത്. 81-ൽ റിലീസ് ചെയ്ത കോളിളക്കം സംവിധാനം ചെയ്തത് PN സുന്ദരമായിരുന്നു. ബൈക്കിൽ നിന്നും ചാടി ഹെലികോപ്റ്ററിൽ തൂങ്ങിപ്പിടിക്കുന്ന രംഗങ്ങൾ അതിസാഹസികമായി ഡ്യൂപ്പില്ലാതെ തന്നെയാണ് ജയൻ ചെയ്തത്. ആദ്യം എടുത്ത ഷോട്ടുകൾ റീടേക്ക് എടുക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ആദ്യം എടുത്ത പല ഷോട്ടുകളുമാണ് കാണിക്കുന്നത്. ജയൻ തൂങ്ങി പിടിച്ചിരിക്കുന്ന സമയത്ത് നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ തറയിൽ വന്നിടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ തല നിലത്തിടിച്ചതാണ് മരണത്തിന് കാരണമായത്. പല പഴയ സിനിമകളിലെ ഷോട്ടുകളും ഡ്യൂപ്പിനെ ഉപയോഗിച്ചും ചിത്രീകരണം പൂർത്തീകരിക്കുകയും സിനിമ റിലീസാവുകയും വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു. രാജൻ എന്ന അദ്ദേഹം ചെയ്ത കഥാപാത്രം മരിക്കുന്നതായിട്ട് സിനിമയിലും കാണിച്ചു. അതിനുവേണ്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ജയന്റെ മരണത്തിന് കാരണമായ ചില രംഗങ്ങളാണ്. നിയന്ത്രണം വിട്ട് ഹെലികോപ്റ്റർ താഴേക്കിടിക്കാൻ പോകുന്ന ചില രംഗങ്ങൾ സിനിമയിലും കാണാം. അദ്ദേഹത്തിന്റെ പേരെഴുതി കാണിച്ചുകൊണ്ടായിരുന്നു സിനിമ അവസാനിച്ചതും. ഒരിക്കലും മരിക്കാത്തൊരു താരമായി മലയാളികളുടെ മനസ്സിൽ ജയൻ ഇന്നും ജീവിക്കുന്നു. ശങ്കർ രാജ് സംവിധാനം ചെയ്ത് 2021-ൽ പുറത്തിറങ്ങിയ കന്നഡ റൊമാന്റിക് ചിത്രമാണ് ലവ് യു റച്ചു. അജയ് റാവു, രജിത റാം എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സിനിമയിലെ ഈ ഒരു രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നായകന്റെ ഡ്യൂപ്പായി അഭിനയിച്ച സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ഷോക്ക് അടിച്ച് മരിച്ചിരുന്നു. വിവേക് എന്ന പേരുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആയിരുന്നു മരണപ്പെട്ടത്. റോപ്പിൽ കെട്ടി ഉയർത്തിയുള്ള ഫൈറ്റിനിടയിൽ അടുത്തുള്ള വൈദ്യുതി ലൈനിൽ തട്ടിയാണ് മരണം സംഭവിച്ചത്. 2023-ൽ വെട്രിമാരൻ സംവിധാനം ചെയ്ത് സൂരി, വിജയ് സേതുപതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിടുതലൈ പാർട്ട് 1. ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയും ഒരു സ്റ്റണ്ട് മാന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 54 വയസ്സുള്ള സുരേഷ് എന്ന സ്റ്റണ്ട് മാൻ ആയിരുന്നു മരണപ്പെട്ടത്. ട്രെയിൻ ആക്സിഡന്റ് സെറ്റിട്ട സ്ഥലത്ത് 20 അടി മുകളിലൂടെ
ക്രെയിനിൽ കെട്ടിയ കയർ ബന്ധിപ്പിച്ച് ഓടുകയായിരുന്ന സുരേഷിന്റെ കയർ പൊട്ടി താഴെ വീഴുകയായിരുന്നു. ശങ്കർ കമൽ ഹാസൻ ചിത്രം ഇന്ത്യൻ 2യുടെ ഷൂട്ടിങ്ങിനിടയിലും ഇതുപോലൊരു സംഭവം നടന്നിരുന്നു. ഷൂട്ടിങ്ങിന് വേണ്ടി ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്ന ക്രെയിൻ മറിഞ്ഞു വീണ് 3 പേരാണ് മരണപ്പെട്ടത്. 4 കോടിയിലധികം രൂപ നൽകിയാണ് കമൽ ഹാസൻ ഈ കേസ് ഒത്തുതീർപ്പാക്കിയത്. ഷൂട്ടിങ്ങിനിടെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനിടെ സംഭവിച്ചത്. 1990കളിൽ ദൂരദർശനിൽ വന്നിരുന്ന ഒരു സീരിയലായിരുന്നു ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ. ബോളിവുഡ് നടനായ സഞ്ജയ് ഖാൻ ആയിരുന്നു ആ സീരിയലിന്റെ സംവിധാനവും പ്രൊഡക്ഷനും കേന്ദ്ര കഥാപാത്രമായ ടിപ്പു സുൽത്താൻ അവതരിപ്പിച്ചതും. മൈസൂരിലെ പ്രീമിയർ സ്റ്റുഡിയോയിൽ സെറ്റിട്ടായിരുന്നു ചിത്രീകരണം. 1989 ഫെബ്രുവരി 8 ആ ദുരന്തം സംഭവിച്ചത്. സ്റ്റുഡിയോക്കകത്ത് തയ്യാറാക്കിയ സെറ്റിലായിരുന്നു ടിപ്പു സുൽത്താന്റെ കല്യാണാഘോഷം ഷൂട്ട് ചെയ്തത്. അതിനുവേണ്ടി ഉപയോഗിച്ച പൂത്തിരിയിൽ നിന്നുമാണ് സെറ്റിന് തീ പിടിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. തീ മുഴുവനായും പടർന്നു പിടിക്കുകയും അത് കണ്ടുകൊണ്ടാണ് സഞ്ജയ് ഖാൻ അങ്ങോട്ട് ചെല്ലുന്നതും. അതിനിടയിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും സഞ്ജയ് ഖാൻ അടക്കം തെറിച്ചു വീഴുകയും ചെയ്തു. കൊട്ടാരത്തിന്റെ കൂറ്റൻ സെറ്റ് മുഴുവനായും കത്തുകയും സൗണ്ട് പ്രൂഫിന് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ കത്തലിനാക്കം കൂട്ടുകയും ചെയ്തു. സ്റ്റുഡിയോക്കാണെങ്കിൽ 2 ചെറിയ വാതിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് തുറക്കാനും കഴിഞ്ഞിരുന്നില്ല. ഓടി രക്ഷപ്പെടാനാവാതെ ആ തീയിൽപ്പെട്ട് 62ഓളം അഭിനേതാക്കളും ക്രൂ മെമ്പേഴ്സും മരണപ്പെട്ടു. സഞ്ജയ് ഖാനും 80% പൊള്ളലേറ്റു. 1 വർഷത്തിലധികം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് നിലച്ചില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ അക്ബർ ഖാൻ സംവിധാനം ചെയ്തുകൊണ്ട് ആദ്യ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തു. സഞ്ജയ് ഖാൻ തന്നെ ടിപ്പു സുൽത്താനായി അഭിനയിക്കുകയും ചെയ്തു. സീരിയൽ വൻ ഹിറ്റായിരുന്നു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തു. മരണപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സീരിയൽ ആരംഭിച്ചത്. ടിപ്പു സുൽത്താന്റെ വാൾ എന്ന പേരിൽ സീരിയൽ മലയാളത്തിലും വന്നിരുന്നു. വിജയം ഒരിക്കലും പരാജയമാകില്ല. ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന പേരിൽ പ്രിയദർശൻ മലയാളീകരിച്ച ഹോളിവുഡ് ചിത്രമാണ് നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ്. എന്റെ പേര് പറഞ്ഞാൽ അറിയും, ഹിച്ച്കോക്ക്. ആൽബർട്ട് ഹിച്ചോക്ക് എങ്ങനെ മെലിഞ്ഞുപോയി? ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആയിരുന്നു ആ സിനിമയുടെ സംവിധായകൻ. സസ്പെൻസ് ത്രില്ലർ ആയിരുന്ന ആ ചിത്രത്തെ പ്രിയദർശൻ മലയാളത്തിലേക്ക് ഒരു കോമഡി ചിത്രമായിട്ടാണ് എടുത്തത്. ആ രംഗത്തിന് സമാനമായ ഒറിജിനൽ സിനിമയിലെ രംഗം ഇങ്ങനെയായിരുന്നു. ഈ ഒരു വെടിവെപ്പ് അവിടെ സംഭവിക്കാൻ പോകുമെന്ന് മുൻകൂട്ടി അറിയുന്ന ഒരാൾ ആ സിനിമയിലുണ്ടായിരുന്നു. ആ റെസ്റ്റോറന്റ് അകത്ത് എക്സ്ട്രാസിൽ കാണിക്കുന്ന ഒരു കുട്ടിയാണത്. വെടിവെപ്പിന്റെ ശബ്ദം വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ആ കുട്ടി ചെവി പൊത്തിപ്പിടിക്കുന്നത് ഈ രംഗത്ത് വ്യക്തമായി കാണാം. ആ ഒരു അബദ്ധം കട്ട് ചെയ്യാതെ തന്നെ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു ഹിച്ച്കോക്ക് ചെയ്തത്. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഹോളിവുഡ് ഫിലിം സീരീസ് ആണ് സ്റ്റാർ വാർസ്. ഭൂമിക്ക് പുറത്തുള്ള പ്ലാനറ്റുകളും അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. ആര്യമാൻ എന്ന പേരിൽ അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ആ സിനിമയിൽ കാണിക്കുന്ന സൈന്യം ഏറെ പ്രസിദ്ധമാണ്. ട്രൂപ്പേഴ്സ് എന്നാണ് അവരെ വിളിക്കാറ്. 1977 ഇറങ്ങിയ സ്റ്റാർ വാർസിന്റെ ആദ്യ സിനിമയിൽ ഒരു രംഗമാണിത്. കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ ജഗതി ശ്രീകുമാറിന്റെ തല ഇടിച്ചു പോകും പോലെ ഒരു സ്ട്രോം ട്രൂപ്പറുടെ തല മുകളിൽ ഇടിച്ചു പോകുന്നത് വ്യക്തമായി കാണാം. ആ ഒരു അബദ്ധം കട്ട് ചെയ്യാതെ പ്രേക്ഷകരെ കാണിക്കുമ്പോൾ അത് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അതിന് സൗണ്ട് എഫക്റ്റും നൽകിയിട്ടുണ്ട്. ജോണി ഡെപ്പ് എന്ന നടന്റെ ഏറ്റവും പ്രസിദ്ധമായ കഥാപാത്രമാണ് പൈററ്റ്സ് ഓഫ് കരീബിയനിലെ ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. 1700കളിലെ കടൽ കൊള്ളക്കാരുടെ ഒരു ഫാന്റസി കഥയാണ് ചിത്രം പറയുന്നത്. ആ ഫിലിം സീരീസിൽ ആദ്യം ഇറങ്ങിയ ചിത്രമായിരുന്നു 2003 പൈററ്റ്സ് ഓഫ് കരീബിയൻ ദി കേഴ്സ് ഓഫ് ദി ബ്ലാക്ക് പേൾ എന്ന ചിത്രം. ആ സിനിമയിലെ ഒരു രംഗമാണിത്. ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ. പുതിയ കാലത്തെ സ്റ്റൈലിൽ ടീഷർട്ടും ഹാറ്റും ഇട്ട് നിൽക്കുന്ന ഒരാളെ ആ രംഗത്ത് വ്യക്തമായി കാണാം. ക്രൂ മെമ്പേഴ്സിലെ ആരെങ്കിലും ഫ്രെയിമിൽ പെട്ടുപോയതാകാനാണ് സാധ്യത. 90s കിഡ്സിന്റെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ടോബി മെഗ്യോർ സ്പൈഡർമാനായി വന്ന ചിത്രങ്ങൾ. സൂര്യ ടിവിയിലും ഫ്ലവേഴ്സിലും എല്ലാം അതിന്റെ മലയാളം ഡബ്ഡ് വേർഷനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കൂടുതൽ കവിതകൾ വായിക്കാറുണ്ട്. അത് എന്നോട് എന്തിനാ പറയുന്നത്? ഞാനിപ്പോ കവിതകളൊക്കെ വായിക്കാറുണ്ട്. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? സിനിമയിൽ സ്പൈഡർമാൻ തന്റെ ശക്തികൾ ആദ്യമായി പരീക്ഷിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ഇത്. ആ വാതിലടക്കുന്ന സമയത്ത് ആദ്യം പൊട്ടിച്ചു കളഞ്ഞ പച്ച നിറമുള്ള ലാമ്പ് അവിടെ തന്നെ പുനർജനിച്ചതായി കാണാം. ആ സിനിമയിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണ് പൊട്ടിച്ചു കളഞ്ഞ ലാമ്പ് അതേപടി അവിടെ തന്നെ വീണ്ടും കാണിക്കുന്നത്. 2000 പുറത്തിറങ്ങിയ ഹിസ്റ്റോറിക്കൽ എപ്പിക് ചിത്രമാണ് ഗ്ലാഡിയേറ്റർ.
പുരാതന കാലത്തെ കഥയാണ് ചിത്രം പറയുന്നത്. അതായത് AD 180 കഥ. അന്നത്തെ രാജാക്കന്മാരുടെ അധികാരത്തിന്റെയും പ്രതികാരത്തിന്റെയും പകയുടെയും കഥയാണ് ചിത്രം പറയുന്നത്. ആ സിനിമയിലെ വളരെ പ്രസിദ്ധമായ ഒരു രംഗമായിരുന്നു ഇത്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. AD 180 അതായത് 1800-ലധികം വർഷങ്ങൾക്ക് മുമ്പ് റോമൻസ് അവരുടെ രഥങ്ങളിൽ ഹൈഡ്രോളിക് ഗ്യാസ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നതാണ് സിനിമ കാണിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ വാഹനം കുതിച്ചു പൊങ്ങാൻ വേണ്ടി ഷോക്ക് അബ്സേഴ്സായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. അത് സൂക്ഷിച്ച ടാങ്ക് ആണ് നാം കണ്ടുപോയത്. രഥത്തിനുള്ളിൽ അത് ഒളിപ്പിച്ചു വെച്ച തുണി മാറിപ്പോയെങ്കിലും ആ സീൻ കട്ട് ചെയ്യാതെ തന്നെ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു. 2001 ദി ലോർഡ്സ് ഓഫ് ദ റിംഗ്സ് എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ആ സിനിമയും പുരാതന കാലത്തെ കഥയാണ് പറയുന്നത്. ന്യൂസിലാൻഡിൽ വെച്ച് ചിത്രീകരിച്ച ആ സിനിമയിലെ ചില രംഗങ്ങളാണിത്. Remember what Bilbo used to say? It's a dangerous business, Frodo. Going out your door. സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ ഈ ഫ്രെയിമിൽ ഒരു കാർ പോകുന്നത് വ്യക്തമായി കാണാമായിരുന്നു. പുരാതന കാലത്ത് എവിടെ നിന്നാണ് കാർ എന്ന രീതിയിൽ ചർച്ചയുമായി. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഹോം വീഡിയോ വേർഷനുകളിൽ VFXലൂടെ ആ കാർ മായ്ച്ചു കളയുകയും ചെയ്തു. എന്നാലും ആ കാർ പോകുന്നതിന്റെ അടയാളങ്ങളായ പുകയും പൊടിപടലങ്ങളും ഇപ്പോഴും ആ രംഗത്ത് കാണാം. കുഞ്ഞാലി മരക്കാർ സിനിമയോടൊപ്പം സംസാരിച്ച ഒരു ചിത്രമായിരുന്നു 1995 റിലീസ് ചെയ്ത ബ്രേവ് ഹാർട്ട് എന്ന സിനിമ. ആ മെൽ ഗിബ്സൺ ചിത്രത്തിൽ 1270 മുതൽ 1305 വരെ ജീവിച്ച സ്കോട്ടിഷ് പോരാളി വില്യം വാലസിന്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ സിനിമയിലും അത്രയും പുരാതനമായ കഥയാണ് പറയുന്നതും. സിനിമയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെ ഒരു യുദ്ധരംഗം കാണാം. ഈ കാറ് ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ ആരായിരിക്കും അവിടെ ഒരു മോഡേൺ കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്തത്? ഫ്രെയിമിൽ പെട്ടുപോയ കാർ നീക്കം ചെയ്യാതെ തന്നെയാണ് സിനിമ റിലീസാക്കിയത്. 1953 റിലീസ് ചെയ്ത അമേരിക്കൻ കോമഡി മ്യൂസിക്കൽ ചിത്രമാണ് ജെന്റിൽമാൻ പ്രിഫർ ബ്ലോണ്ട്സ്. ആ സിനിമയിൽ ജെയിൻ റസൽ എന്ന നടിയുടെ ഇങ്ങനെയുള്ള ഒരു ഗാനരംഗമുണ്ട്. സ്ക്രിപ്റ്റിലില്ലാത്ത ചെറിയൊരു അപകടമാണ് അവിടെ നടന്നത്. കോ ഡാൻസറുടെ കാല് തട്ടിയവർ വെള്ളത്തിലേക്ക് വീണു പോവുകയായിരുന്നു. അത് കട്ട് ചെയ്യാതെ സിനിമയിൽ കാണിക്കുകയും വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്ന രംഗം അഡീഷണലായി ഷൂട്ട് ചെയ്യുകയും ചെയ്തു. ലൂസിഫർ സിനിമയുടെ ക്ലൈമാക്സ് ഡയലോഗിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിന്റെ കൂടെ പറഞ്ഞൊരു ചിത്രമായിരുന്നു 1994 ക്വന്റിൻ ടാരന്റീനോ സംവിധാനം ചെയ്ത പൾപ്പ് ഫിക്ഷൻ എന്ന സിനിമയെക്കുറിച്ച്. ഒരേ ഒരു രാജാവ്. ആ സിനിമയിൽ ആ രംഗത്തൊരു അബദ്ധമുണ്ടായിരുന്നു. ഈ രംഗങ്ങൾക്ക് ശേഷമാണ് ഒരാൾ വന്ന് വെടിവെക്കുന്നത്. ഒന്നുപോലും അവർക്ക് കൊള്ളുന്നില്ല. അവയെല്ലാം തന്നെ ചുമരിൽ തറച്ചതായും കാണാം. എന്നാൽ ആ വെടിവെപ്പ് രംഗങ്ങൾക്ക് മുമ്പ് തന്നെ ചുമരിൽ ആ വെടിയുണ്ടയുടെ അടയാളങ്ങൾ കാണാവുന്നതാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് പറ്റിയൊരു തെറ്റായിരിക്കാം അതിന് കാരണമായത്. മലയാള സിനിമകളിലെ ഒറ്റ നിമിഷം കൊണ്ട് വസ്ത്രം മാറുന്ന മാജിക് നാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹോളിവുഡ് സിനിമകളിലും അത്തരം മാജിക് കാണാം. ഫാസ്റ്റ് ആൻഡ് ദി ഫ്യൂരിയസിലെ ഈ രംഗത്തിലായിരുന്നു അത് സംഭവിച്ചത്. ആദ്യ രംഗത്തിൽ ജോണി ട്രാൻ എന്ന കഥാപാത്രം ധരിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഷർട്ടാണ്. എന്നാൽ ഒറ്റയടിക്ക് ഷർട്ട് മാറിയ ഒരു ടാങ്ക് ടോപ്പായി മാറും. മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട ഒരു സിനിമയാണ് അർണോൾഡ് ഷ്വാസ്നേഗറിന്റെ ടെർമിനേറ്റർ 2. പണ്ട് കാലത്ത് ആ സിനിമയുടെ പലതരത്തിലുള്ള മലയാളം ഡബ്ബിങ്ങും വൈറലായിരുന്നു. വിപിൻ ആറ്റ്ലിയുടെ ഈ വേർഷനും അനിൽ നെടുമങ്ങാട് അവതരിപ്പിച്ച ഈ ഒരു വേർഷനും ഉണ്ടായിരുന്നു. അർണോൾഡ് ഷ്വാസ്നഗർ, നമുക്ക് അദ്ദേഹത്തെ എളുപ്പത്തിന് വേണ്ടി ആരനാട് ശിവശങ്കരൻ എന്ന് വിളിക്കാം. മുകേഷും സിദ്ദിഖുമുണ്ട്. പക്ഷേ വളരെ മുന്നിലായാണ് ശങ്കറിന്റെ പോക്ക്. ശങ്കറിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശങ്കരൻ ഇത് ഇത്ര കണ്ടതാ മക്കളെ. ഇതാ രജനീകാന്ത് അദ്ദേഹത്തെ മറികടന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതാ ആരനാട് ശിവശങ്കരന്റെ അതിസാഹസികമായ പ്രകടനം. വണ്ടർഫുൾ. ഇത് ശിവശങ്കറിന് മാത്രം കഴിയുന്ന അത്ഭുത സിദ്ധിയാണ്. ആ സിനിമയിലെ ഈ ചേസ് രംഗത്തിൽ വളരെ വലിയൊരു അബദ്ധമുണ്ട്. ആ ചേസിൽ അർണോൾഡിന്റെ ഡ്യൂപ്പിന്റെ മുഖം വളരെ വ്യക്തമായി തന്നെ പല രംഗത്തിലും കാണാം. ഈ അബദ്ധങ്ങൾ പിന്നീട് മനസ്സിലാക്കുകയും ചിത്രത്തിന്റെ 4K വേർഷനിൽ അവയെല്ലാം തന്നെ മാറ്റുകയും ചെയ്തിരുന്നു. സ്റ്റൺ ഡബിളിന്റെ മുഖം വ്യക്തമാകുന്ന രംഗങ്ങളിലേക്കെല്ലാം തന്നെ VFXലൂടെ അർണോൾഡിന്റെ മുഖം പേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതുപോലെയുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.